അങ്ങനെ പാലക്കാട്ട് നിന്നും പൊള്ളാച്ചി വഴി ഉടുമൽപേട്ടും മറയൂരും കടന്ന് മൂന്നാറിലോട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത നമ്മുടെ ആനമലൈ ടൈഗർ റിസർവും ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ ഉള്ള റൂട്ടിലൂടെ ആയതുകൊണ്ട് രണ്ട് സൈഡും കാടുകളാണ് കേട്ടോ. സോ കാടിൻ്റെ നടുവിലൂടെയുള്ള ചെറിയൊരു റോഡാണിത്. സോ ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വന്നു പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ റഷൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ ഞങ്ങൾ ഉച്ചയോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ ഒരു 4 മണി ആ ടൈമിലൊക്കെ ഞങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ആ ഒരു മേഖലയിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ പന്നിക്കുട്ടികളെയും ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉടുമൽപേട്ട് എത്തിയപ്പോഴും റോഡ് ഭയങ്കര ശാന്തിയുള്ള റോഡായിരുന്നു കേട്ടോ. കേരളം കേരങ്ങളുടെ നാടാണെന്നൊക്കെ പറയുമെങ്കിലും ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ രണ്ട് സൈഡ് നിൽക്കുന്നത് കാണണമെങ്കിൽ തമിഴ്നാട് പോകേണ്ട അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഉടുമൽപേട്ട് എത്തിയതിന് ശേഷം ഞങ്ങൾ ഓരോ ചായയൊക്കെ കുറിച്ച് വരും ബ്രേക്ക് എടുത്തു. അപ്പോഴാണ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കണ്ടത് കേട്ടോ. അത് കണ്ടു. അങ്ങോട്ടുള്ള പോകാനുള്ള റൂട്ടൊന്നും അറിയാത്തതുകൊണ്ട് അടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ആശ അങ്ങ് തീർത്തു. അതിനുശേഷം മറയൂരെത്താറാകുമ്പോഴേക്കിനെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. സോ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഗ്രീൻ മൗണ്ട് എന്നുള്ള ഈ ഒരു റിസോർട്ട് ഞങ്ങൾ കണ്ടത്. സോ അവിടെ താമസിക്കാമെന്ന് കരുതി അന്വേഷിച്ച് നോക്കി. അപ്പോൾ റെൻ്റൊക്കെ അഫോർഡബിൾ ആണ്, നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. സോ നൈറ്റ് ഞങ്ങൾ അവിടെ കൂടിയിട്ടു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ.